വയനാടിന്റെ കണക്ക് നമുക്കൊന്ന് പറയണ്ടേ എന്ന് കെ.സി. വേണുഗോപാലിനോട് മുഖ്യധാരാ മാധ്യമത്തിന്റെ ചോദ്യം വരുമ്പോ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന കെ.സി. വേണുഗോപാലിന്റെ നാവിൻ തുമ്പിൽ നിന്ന് അറിയാതെ വന്നു ധനലക്ഷ്മി ബാങ്ക് എന്ന് പറയുന്ന ഒരു ഫ്രേസ്, ഒരു നാമം. അതിനെ ചുറ്റിപ്പറ്റി മുഖ്യധാരാ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ ഈ രാഷ്ട്രീയ മണ്ണിന് ചൂട് പിടിപ്പിച്ച് തീ കൊളുത്തിയപ്പോൾ ഇന്ന് രാവിലെ വി.ഡി. സതീശൻ എന്ന് പറയുന്ന അധികായനായ നേതാവിന്റെ മുമ്പിൽ ചെന്നിട്ട് മാധ്യമങ്ങൾ ചോദിച്ചു, സതീശ, പ്രതിപക്ഷ നേതാവേ, വീടിന്റെ കണക്കുകളും ഒക്കെ ഒന്ന് പറയണ്ടേ? ഇലക്ഷൻ അല്ലേ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പല്ലേ വരുന്നത്, നിങ്ങൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതല്ലേ എന്ന്. അത് ഞങ്ങൾ പണിത് അവസാന പദ്ധതിയും തീർന്നതിന് ശേഷം ഞങ്ങൾ പറയാം, സൗകര്യമുണ്ടെങ്കിൽ പറയാമെന്ന് സതീശൻ പറഞ്ഞില്ല. അത്രമാത്രം വാക്കി മുഴുവനും സതീശൻ പറഞ്ഞു. മാധ്യമങ്ങളോട് തട്ടിക്കേറി, ഞാൻ സംസാരിക്കുന്നതിനിടയ്ക്ക് എന്തിനാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. മുഴുവൻ നെഗറ്റീവ് ബോഡി ലാംഗ്വേജും കൺസീവ് ചെയ്ത വി.ഡി. സതീശൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉച്ച കഴിഞ്ഞ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കണക്കു മാധ്യമങ്ങൾക്ക് മുമ്പിൽ, ഈ രാഷ്ട്രീയ കേരളത്തിന് മുമ്പിൽ പറയേണ്ടി വരുന്ന സമ്മർദ്ദത്തിലേക്ക് കോൺഗ്രസ് കടന്നുപോയി എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ ഒരൊറ്റ ചോദ്യം, വയനാട് പിരിച്ചെടുത്ത ഫണ്ടുമായി നിങ്ങളൊരു കണക്ക് പറയണ്ടേ? ഇന്നലെ രാവ് അസ്തമിക്കുന്നതിന് മുമ്പ് ദേശീയ നേതാവ് കെ.സി. വേണുഗോപാൽ അറിയാതെ പറഞ്ഞു ഒരു പേര്, അതിൽ നിന്ന് ഇന്ന് രാവിലെ പറയേണ്ടതില്ല എന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. ഇന്ന് പറയാൻ സമ്മർദ്ദത്തിന് വഴങ്ങി പ്രതിരോധിക്കാൻ പോലുമാകാതെ കോൺഗ്രസ് നേതൃത്വം പോയപ്പോൾ വന്നിരിക്കേണ്ടി വന്നു KPCC അധ്യക്ഷനെ എന്നുള്ളതാണ്. പറഞ്ഞ കണക്കിന് യാതൊരു തരത്തിലുള്ള വ്യക്തതയും ഇല്ലാതെ, മേടിച്ച ഭൂമിയിൽ എങ്ങനെ വീട് വെക്കുമെന്ന് പോലും അറിയാതെ, നിങ്ങൾ കരുതുന്നത് പോലെയല്ല. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിസ്മയങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ളവരാണ്. അവർ ഇവിടെ പറഞ്ഞ വീടുകൾ പണിത് തീർക്കും അവരുടെ നേതൃത്വത്തിൽ എന്ന് പറയുന്നതല്ലാതെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ പോലും ഇനി എങ്ങനെ വിശ്വസിക്കുമെന്നുള്ള ചർച്ചകളിലേക്ക് രാഷ്ട്രീയ കേരളത്തിന് കടന്നു പോകേണ്ടി വന്നതും ഒരു കൗതുക കാഴ്ചയായി കടന്നു പോവാൻ കഴിയില്ല നമുക്ക്. ദിവസങ്ങൾ ബാക്കി നിൽക്കെ വോട്ടിംഗ് കേന്ദ്രത്തിലേക്ക് പോയി നമ്മുടെ ഹൃദയത്തിന്റെ അടയാളം നമ്മൾ മുദ്ര പതിപ്പിക്കാൻ പോകുന്ന ഈ സാഹചര്യത്തിലാണ് കൃത്യമായി ചൂരൽമല ഒരു പ്രതീകമായി നമുക്ക് മുമ്പിൽ നിൽക്കുന്നത്. ഒരു മുന്നണി സംവിധാനം മുഴുവനും വാക്കു പറഞ്ഞത് കൃത്യമായി പാലിക്കാനാവാതെ തകർന്നടിഞ്ഞു പോയതാണ് നമ്മൾ കാണുന്നത്. ആ സമയത്ത്, ആ പകലുകളിൽ, ആ മണിക്കൂറുകളിൽ തന്നെയാണ് പ്രകടന പത്രിക പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരള സംസ്ഥാന ദേശീയ നേതാക്കളുടെ കുത്തൊഴുക്ക് കേരളത്തിലേക്ക് എന്നിട്ട് പറയുന്ന പ്രകടന പത്രിക ഏറ്റവും പ്രോമിസിംഗ് ആയി നാട്ടിൽ നടപ്പിലാക്കാൻ കോൺഗ്രസ് അല്ലാതെ മറ്റാരുണ്ട്? കേരളം ജയിക്കും, UDF നയിക്കുമെന്നുള്ള ആപ്തവാക്യത്തിൽ ചുറ്റിത്തിരിയുമ്പോഴും കേരളത്തിനെ മറന്നുപോയി UDF നേതാക്കൾ. എന്താണത്? ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള, ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ബോധ്യമുള്ള, ഏറ്റവും കൂടുതൽ വകതിരിവുള്ള ഒരു സംസ്ഥാനത്താണ് ഈ കൊഞ്ഞനം കുത്തലെന്ന് തിരിച്ചറിയാതെ പോകുന്നതിൻ്റെ ഫലം ഏപ്രിൽ 9 ഹൃദയാടയാളമായി പതിയും ഈ നാട്ടിൽ. മെയ് 4 ഒരു കൃത്യമായ വിധിയും പുറത്തു വരും. കാത്തിരിക്കുക കേരളമേ.